ഗഗനചാരി. ഇന്നലെയാണ് ഞാൻ പടം കണ്ടത്. പടം മസ്റ്റ് വാച്ചാണ്. കാരണം കുറച്ച് കാര്യങ്ങൾ ഈ പടത്തിനെക്കുറിച്ച് പറയാനുണ്ട്. അപ്പോൾ പടം ആദ്യം പോയി കാണുന്നതിന് മുമ്പ് ഈ പടം ഏത് ജോണറാണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം പോയി കാണാൻ. സയൻസ് ഫിക്ഷൻ കോമഡിയാണ്. അത് അതോടൊപ്പം തന്നെ സാറ്ററി ഫീൽഡ് മോക്യുമെൻ്ററി എന്ന് പറയുന്ന ഒരു ജോണറും കൂടി ഈ പടം വരും. ഈ ഒരു ജോണറിൽ മലയാള സിനിമയത്തെ ആദ്യത്തെ പടമാണിത്. അതെടുത്ത് പറയേണ്ട ഒരു വലിയൊരു കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളത്തിൽ നിന്ന് ഇങ്ങനത്തെ ഒരു സിനിമ പ്രതീക്ഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെറിയ കാര്യമൊന്നുമല്ല. കാരണം ഇവിടുത്തെ ഓഡിയൻസ് അങ്ങനെയാണ്. ഇവിടെ ഒന്നാമത് ഇങ്ങനത്തെ ടൈപ്പ് പടങ്ങൾ വിജയിക്കാൻ വളരെ കുറവാണ്. അതേപോലെ തന്നെ ഇങ്ങനത്തെ പടങ്ങൾ എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെറിയ ധൈര്യമൊന്നും പോരാ. അതിന് ഏറ്റവും ആദ്യം നമുക്ക് ഇതിൻ്റെ ഡയറക്ടർക്ക് നല്ലൊരു പൊൻതോല് വേണം കൊടുക്കാനായിട്ട്. കാരണം ഹാർഡ് വർക്കിൻ്റെ ആയാലും മേക്കിങ്ങിൻ്റെ കാര്യത്തിലായാലും മൊത്തം ഈ പടം എന്ന് പറയുന്നത് ഒരു യുണീക്ക് പടമാണ്. ഒരു വേ ഓഫ് തിങ്കിങ്, വേറൊരു വേ ഓഫ് തിങ്കിങ് ആണ് ഈ പടം എന്ന് പറയുന്നത്. അതേപോലെയാണ് ഇതിൻ്റെ മേക്കിങ്ങും ഇതിൽ പറഞ്ഞു പോണ കാര്യങ്ങളും സാഹചര്യങ്ങളും ഒക്കെ നമ്മൾ ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു അവതരണമാണ് ഈ ഒരു ജോണറിൽ വരുന്ന പടങ്ങൾ. അതുകൊണ്ട് ഈ ഒരു പടം ഭയങ്കര യുണീക്കായിട്ടുള്ള ഒരു പടമാണ്. നിങ്ങൾ ഇപ്പം എല്ലാവരും പറയണ കേൾക്കുന്ന സയൻസ് ഫിക്ഷൻ ആണ്, ഏലിയൻ്റെ പടം എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കണ ഒരു എക്സ്പീരിയൻസ് അല്ല ഈ പടം നിങ്ങൾക്ക് തരാം. ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു യുണീക്കായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്ക് തരാം. അപ്പോൾ അതുകൊണ്ട് ഈ പടം കാണുമ്പോൾ ആ ഒരു മെൻറ്റാലിറ്റിയിൽ വേണം പോയി ഈ പടം കാണാനായിട്ട്. അല്ലെങ്കിൽ ഒരു പക്ഷേ ഇവിടെ ഇഷ്ടപ്പെടാൻ ചാൻസ് വളരെ കുറവായിരിക്കും. കാരണം അങ്ങനത്തെ ഏതാണെന്ന് പറയണത് ഇങ്ങനത്തെ ഒരു ജോണർ ഇവിടെ ഇറങ്ങാത്തത് കൊണ്ടും ആൾക്കാർക്ക് ഇത് എന്താ സംഭവം എന്ന് അറിയാത്തത് കൊണ്ടും വളരെ ബുദ്ധിമുട്ടാണ് കണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ. ഇന്ന് കരുതി ഇതൊരു പൊട്ടപ്പടാന്നല്ല ഞാൻ പറയണത്. എന്നെ സംബന്ധിച്ചിടത്തോളം മസ്റ്റ് വാച്ച്, അടിപൊളി സൂപ്പർ പടമാണ്. എനിക്ക് കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഒരു മലയാള സിനിമ ഇഷ്ടമാവണത്. എന്ന് വെച്ചാൽ ഇത്രയും ഇഷ്ടമാവണത് അത് ഈ സിനിമയാണ്. അതേപോലെ തന്നെ കോമഡിയുടെ കാര്യത്തിലായാലും വളരെ എടുത്തു പറയണം ഈ സിനിമേനെ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമ ഒരു സയൻസ് ഫിക്ഷൻ അങ്ങനത്തെ ഒരു കാറ്റഗറി പറയാനും അത് ആ ഒരു ഇതിൻ്റെ ഉള്ളിൽ നടന്നു പോകുന്ന ഒരു കഥയാണ് ഇതിൽ കാണിക്കുന്നത്. അതുകൊണ്ട് ഇതിൽ കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ കോമഡി ഒന്നല്ല, കോമഡി നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ചിരിച്ചും മണ്ണ് തപ്പിയുണ്ട്. ഇനി നമുക്ക് കഥയെ കുറിച്ചും കഥാപാത്രങ്ങളെ കുറിച്ചിട്ട് പറയാം. ആദ്യമേ എനിക്ക് പറയാനുള്ളത്, ഏറ്റവും ആദ്യം എനിക്ക് പറയാനുള്ളത് ഗോകുൽ സുരേഷിനെയാണ്. അവൻ്റെ കരിയർ ബെസ്റ്റ് ക്യാരക്ടറും ആക്ടിങ്ങാണ് ഞാൻ ഈ സിനിമയിൽ കണ്ടത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല രീതിയിൽ അവൻ കണക്ട് ചെയ്തിട്ട് ക്യാരക്ടർ എടുത്തേക്കുന്നത്. കാരണം പക്ക ക്യാരക്ടർ, 100% 100 മാർക്ക് കൊടുക്കാവുന്ന ക്യാരക്ടറാണ്. നല്ല അടിപൊളിയായിട്ട് ചെയ്തത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ചിരിച്ചും വന്ന് തപ്പു അവൻ്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ എടുത്ത് പറയേണ്ട ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗണേഷ് കുമാറാണ്. ആള് തകർത്തുണ്ട്. കാരണം ആള് കുറേ ക്യാരക്ടേഴ്സ് ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ ക്യാരക്ടർ എന്നും മനസ്സിലുണ്ടാവും. അത് എടുത്ത് പറയുമ്പോൾ സ്പെഷ്യലായിട്ടുള്ള ക്യാരക്ടറാണ്. കാരണം നല്ല രീതിയിൽ ആളുടെ കോമഡി വർക്കൗട്ട് ആയിട്ടുണ്ട്. പിന്നെ ഇതിൽ വരുന്നത് അജു വർഗീസ് നോർമലാണ്, നമുക്ക് എടുത്ത് പറയാനായിട്ടൊന്നുമില്ല. പിന്നെ അനാർക്കലിക്ക് ഇതിൽ സംഭാഷണങ്ങൾ വളരെ കുറവാണ്, ഡയലോഗുകൾ വളരെ കുറവാണ്, സൗണ്ട് കേൾക്കില്ല ശരിക്കും പറഞ്ഞാൽ. പിന്നെ ഇതിൽ സൗണ്ടിൽ സംസാരിക്കാൻ അനാർക്കലി. അപ്പം നമ്മൾ ചിരിച്ചും മണ്ണ് തപ്പും അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് ഈ പടത്തിൽ. പിന്നെ വേറെ 2 പേരുണ്ട്. മൊത്തത്തിൽ ഈ സിനിമയിൽ ശരിക്കും നമ്മൾ മെയിൻ കഥാപാത്രങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 6 പേരെ കാണുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ ജസ്റ്റ് ശരിക്കും 6 പേരുള്ളൂ ശരിക്കും ഇതിൽ കാസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ബാക്കി ജൂനിയർ ആർട്ടിസ്റ്റും കാര്യങ്ങളൊക്കെ എന്ന് പറയണത് നമുക്കത് നിങ്ങളിത് കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. പിന്നെ എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പടമാണ്. പിന്നെ മേക്കിങ്ങിൻ്റെ കാര്യത്തിൽ വേറെ ലെവലായിട്ട്. കാരണം ഇങ്ങനത്തെ ഒരു മേക്കിങ് ഈ അടുത്തായിട്ട് മലയാള സിനിമയിൽ വന്നിട്ടില്ല. കാരണം എന്ന് പറയുമ്പോൾ ദി ക്രിയേറ്റർ എന്ന് പറഞ്ഞിട്ടൊരു ഫീച്ചറിസ്റ്റിക് ഒരു മൂവി ഉണ്ട്. ഞാനത് ഇംഗ്ലീഷാണ്, ഞാനതിൻ്റെ റിവ്യൂ ഒക്കെ ചെയ്തിട്ടില്ല. അതിൽ ഇന്ത്യയിൽ വന്നിട്ടുള്ള കുറച്ച് സംഭവങ്ങൾ കാണിക്കുന്നുണ്ട്. അത് ഭയങ്കരമായിട്ട് എനിക്ക് ഇൻസ്പയർ ആയിട്ടെന്ന് വെച്ചാൽ എൻ്റെ തിങ്കിങ് ലെവൽ മാറ്റിയിട്ടുള്ള ഒരു സാധനമാണ്. അതേപോലെ കേരളത്തിനെ അവൻ നല്ല രീതിയിൽ പണിതെടുത്തിട്ടുണ്ട്. VFXൻ്റെ കാര്യത്തിലായാലും അവൻ്റെ ഒരു തിങ്കിങ് ആയാലും നല്ല അടിപൊളി രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. കാരണം നമ്മൾ വേറൊരു കേരളം കാണും, വേറൊരു ആൾക്കാരെ കാണും. കാരണം ഇതൊരു 2040 നടക്കുന്ന കഥയാണ് കാണിക്കുന്നത്. ഫ്യൂച്ചറിസ്റ്റിക് സിനിമയാണ്, AI അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം അതുകൊണ്ട് ആ ഒരു മെൻറ്റാലിറ്റിയിൽ വേണമെങ്കിൽ കാണേണ്ടത്. ആ 2040 എങ്ങനെയായിരിക്കും ശരിക്കും ഉണ്ടാവുകയാണെങ്കിൽ
ശരിക്കും നടക്കുകയാണെങ്കിൽ ഇങ്ങനെ തന്നെയായിരിക്കും ഉണ്ടാവുക. അത് 100% ഉറപ്പാണ്. അപ്പോൾ അതിലവൻ കാണിച്ചിട്ടുള്ള കുറേ വിഷ്വൽസ് ഉണ്ട്. നമ്മൾ ചിന്തിക്കുന്നതിൻ്റെ അപ്പുറത്തേക്കാണ്. അതൊക്കെ നമ്മളിങ്ങനെ വായ തുറന്നിരിപ്പിക്കുന്ന ഇതാണ്. അതൊക്കെ ഡയറക്ടറിൻ്റെ ഒരു ബ്രില്യൻസാണ്. ആ ഡാവ് എന്തായാലും ഇനി ഇതിനും വല്ല ഗംഭീര സിനിമകൾ ചെയ്യണമെന്നാണ് എൻ്റെ ഒരു നിഗമനത്തിൽ. ഇതൊരു ലോ ബഡ്ജറ്റ് സിനിമയാണ്. ഇതിലിപ്പോൾ ഏറ്റവും കൂടുതൽ കാശ് വന്നിരിക്കുന്നത് VFXനും ഇതിൽ അഭിനയിച്ചിട്ടുള്ള നടന്മാർക്ക് മാത്രമേ തന്നെയാണ് കാശ് വന്നിട്ടുണ്ടാവുള്ളൂ. ബാക്കിയുള്ളവർക്ക് കാശ് കുറവായിരിക്കും. കാരണം ഈ സിനിമയിൽ കൂടുതലും ഒരു വീട്, ഒരു കാവ്, റോഡ്, പാർട്ടി ചെയ്യണ കുറച്ച് സ്ഥലം, അങ്ങനെ കുറച്ച് ഈ ഒരു സ്ഥലത്തിൽ റൗണ്ട് ചെയ്ത് നടക്കണ ഒരു സിനിമയാണ്. ഞാൻ പറയുകയാണെങ്കിൽ എല്ലാവരും പോയി കാണാം. വേറൊരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഈ സിനിമയിൽ നിന്ന് കിട്ടും. തുടങ്ങിയ ഒരു 10 മിനിറ്റ് ചിലപ്പോൾ നിങ്ങൾക്ക് എന്താണെന്നൊക്കെ തോന്നാം. പക്ഷേ ഇത് കുറച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ശരിക്കും മണ്ണ് തപ്പും. നിങ്ങൾ ശരിക്കും ആ ഒരു ലോകത്തിലേക്ക് ഇങ്ങനെ ഇറങ്ങി പോണ രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. നല്ല രീതിയിലുള്ള രാഷ്ട്രീയം പറഞ്ഞു പോകുന്നുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. പിന്നെ അതേപോലെ ഫ്യൂച്ചറായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ മാക്സിമം എല്ലാവരും കാണാൻ പറ്റുമെങ്കിൽ കാണാം. ഇത് മിക്കതും എനിക്ക് OTTയിൽ ഇതാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇങ്ങനത്തെ പടങ്ങളാരും തിയേറ്ററിൽ പോയി കാണില്ല. മലയാളികൾ അങ്ങനെ ഒരു പ്രശ്നക്കാരാണ്. മലയാളം പടം ഇറങ്ങുമ്പോൾ മാത്രമേ അങ്ങനെയുള്ളൂ. പക്ഷേ എനിക്ക് വളരെ അഭിമാനം തോന്നുന്നുണ്ട്. കാരണം മറ്റുള്ളവരുടെ അടുത്ത് സംസാരിക്കുമ്പോൾ നമ്മൾക്കുണ്ടാകും അങ്ങനത്തെ ഒരു പടം എന്ന് പറയാനുള്ളതായി. അപ്പോൾ ഇതാണ് പടത്തിനെ കുറിച്ച് പറയാനുള്ളത്. മറ്റൊരു വീഡിയോ വരുന്നതായിരിക്കും എല്ലാവരും.